ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയ ചിലരുണ്ട്. അവരെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അതിനിടയിലും തന്റെ ഉപജീവന മാർഗമായിരുന്ന ചായക്കട തേടിയെത്തിയതാണ് മുഹമ്മദ് അലി എന്ന വയോധികൻ. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചൂരൽമലയിലെ ദുരന്തഭൂമിയിലാണ്. ഇവിടെ ഈ പ്രദേശത്ത് നിരവധി കടകളും ഉണ്ടായിരുന്നു. ജീവൻ രക്ഷപ്പെട്ട് പലരും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുമ്പോഴും ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ കട തേടി അവിടെ ആ കടയുടെ മുൻവശത്തായി തന്നെ ഈ കടയുടമയും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കടയും അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രദേശം മുഴുവനായി ഈ ഒരു ദുരന്തം ബാധിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര വർഷമായി ഇവിടെ കട നടത്തുന്നു? നമ്മളിവിടെ നടത്തുന്നുണ്ടെങ്കിൽ 10-15 വർഷങ്ങളായിട്ട്. ഞാനിവിടെ 61 വന്ന ആളാണ്. അന്ന് മുതലേ ഞങ്ങളിവിടെ നിൽക്കുന്ന ആളാണ്. ഞാൻ ഇവിടെ പെറ്റു വളർന്ന ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ ഞങ്ങൾ ഈ സ്ഥാപനം. ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോരോ കാര്യങ്ങളാണ് വന്നിരുന്നത്. കൃത്യം 1 മണിക്കാണ് ഞങ്ങൾക്കിത് 1:05 ഞങ്ങൾക്കിത് സംഭവിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് എൻ്റെ മോളെ വീട്ടിൻ്റെ അവിടുന്ന് വിളിച്ചു പറഞ്ഞ് അപ്പോൾ 1 മണിക്ക് ഉപ്പ അവിടുന്ന് വേഗം മാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു. എവിടെ നിന്ന് ചോദിച്ചപ്പോൾ മരുമോളെ വീട്ടിൽ നിന്നാണ് വിവരം കിട്ടിയത്. മരുമോളെ വീട്ടിൻ്റെ ആങ്ങളെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് വിവരം പറഞ്ഞു 1 മണിക്ക് ഉപ്പ അവിടുന്ന് പെട്ടെന്ന് മാറണം, എന്താ അവിടുന്ന് മുണ്ടക്കായി മാല പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെയാണ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാര്യം മാറുന്ന കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് മുണ്ടക്കായി മാല പൊട്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് വേണി എൻ്റെ ഉമ്മ 75 വയസ്സായ ഉമ്മ ഉണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ മോൻ്റെ 2-3 മക്കൾ, അവർ എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു ഉപ്പ പോകണ്ടെന്ന് പറഞ്ഞു. ഉപ്പാൻ്റെ കാലിൽ വീണ്. ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റുള്ളൂ, കാരണം നമ്മളെ കുടുംബം മാത്രമല്ല മറ്റുള്ളവരുടെ കുടുംബം രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. 1:10 ആകുമ്പോഴത്തേനും ഞാൻ ഓടി അവരെ എൻ്റെ ഉമ്മാൻ്റെ കാല് തട്ടി ഒഴിവാക്കി ഞാൻ വേഗം ഒരു സ്കൂളിൻ്റെ ഇവിടെ ടൗണിൽ വന്ന് ചെക്കന്മാരെ വിളിച്ചപ്പോൾ നമ്മളിവിടെ നാട്ടുകാർ ഒരുവിധം ചെക്കന്മാരൊക്കെ എത്തി. അങ്ങനെ ഞങ്ങൾ ഓടി ചെന്ന് ഓടുന്ന സമയത്ത് വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒച്ചിട്ട് ഒരുവിധം പറ്റുന്ന ആൾക്കാരെ കണ്ടമാനം അവിടുന്ന് അങ്ങോട്ട് കയറ്റാൻ പറ്റുന്നതൊക്കെ കയറ്റി. ഞങ്ങൾ പല ഭാഗത്ത് നിന്നിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പല ഭാഗത്തുനിന്നും പല ആൾക്കാരുമായിട്ട് ഓടിയാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ തെരച്ചിൽ ഒച്ചുണ്ടാക്കി കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വെള്ളം വന്നിട്ട് ഞങ്ങൾ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2:05 2:20 ആയപ്പോഴത്തേന് അടുത്ത പൊട്ടും വന്ന്. അങ്ങനെ പാലം പൊട്ടിന്ന് വെള്ളം വന്ന് തടഞ്ഞു നിന്ന് പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറിയാണ് ഫസ്റ്റ് ട്രിപ്പ്. സെക്കൻഡ് ട്രിപ്പ് വന്ന് പാലം പൊട്ടലും വീടുകളും ഇതൊക്കെ ഒലിച്ചു പോകുന്നു. 3-ാം ട്രിപ്പ് 4 പേർക്ക് ഒച്ച വരും. ഞങ്ങൾ നേരെ പള്ളിക്കുറിപ്പിന് ഇവിടുത്തെ പള്ളീൻ്റെ ചായത്തോട്ടുണ്ട്, ചായത്തോട്ടത്തേക്ക് ഓടി കയറി ആൾക്കാരൊക്കെ ഓടി വലിച്ച് കയറ്റി കുറേ ആൾക്കാരെ ഒച്ചിട്ട് കയറ്റി പള്ളീൻ്റെ ഉള്ളിലേക്ക് മേലെന്ന് കയറ്റി 2 ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്. 3-ാമത്തെ ട്രിപ്പ് വന്ന് പാലം പൊട്ടി. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ലൈവായി ഇത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഞങ്ങളുടെ ജീവനൊക്കെ ഞങ്ങൾ മുടിനാരുന്നതാകുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ നാടുകളും കഷ്ടപ്പെട്ടു. ഈ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളെ പുനരവസ്ഥന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അവിടുന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങളെ നാട്, ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അധികൃത ഭാഗത്തു നിന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് എവിടേക്ക് പോകാനാണ്? ഈ നാടിൻ്റെ സ്ഥിതി കണ്ടില്ലേ, അത്രയും മോശമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ നാടുകളിൽ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥാപനത്തിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ എവിടേക്ക് പോകാനാണ് ഞങ്ങൾ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റിക്വസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ നാടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അതായത് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക, അത് ചെയ്യുക. ഞങ്ങൾക്ക് ഇട്ട ഡ്രസ്സുകൾ മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. എൻ്റെ കുടുംബത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബന്ധുവീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ബന്ധുവീടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ഉമ്മയും ബാപ്പയും അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ 28 ആൾക്കാർ 29 ആൾക്കാർ ഞങ്ങളെ വകയിലുള്ള ആൾക്കാർ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോഴും രക്ഷാപ്രവർത്തനത്തിലാണ്. ഇതാണുള്ളത്. കൃത്യമായിട്ട് ഒരു ആഹാരത്തിന് പോലും ശരിക്കും വീട്ടിലെത്തുന്നില്ല. കിട്ടുന്ന ആഹാരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഭാഗങ്ങളിലേക്കായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. പക്ഷെ അർഹതപ്പെട്ട ആൾക്കാർക്കൊന്നും കയ്യിലെത്തുന്നില്ല. അതാണ് നിങ്ങളെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാനുള്ളത്. ഒഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എത്രയും ക്യാമ്പിൽ പോയിട്ട് ഇത്രയും ആൾക്കാർ എങ്ങനെ ക്യാമ്പിൽ പോയി നിൽക്കുന്ന വീടുകൾ നഷ്ടപ്പെടാത്ത ആൾക്കാർ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ട ആഹാരങ്ങളും അവർക്ക് വേണ്ട സാധനങ്ങളും നിങ്ങൾ എത്തിക്കുക. അല്ലാതെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് അവരവരെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരവരെ സംഘടനയുടെ കീഴിലോ കൊടുത്തിട്ട് കാര്യങ്ങൾ കിട്ടുന്നില്ല. കൃത്യമായ ആൾക്കാർക്ക് ഇത് കൃത്യമായ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് ഒന്നും അവരുടെ വഴിയിലേക്ക് നമ്മൾ എത്തുന്നില്ല. നിങ്ങളെല്ലാവരും നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ അർഹതപ്പെട്ട ആൾക്കാർക്ക് വില്ലേജ് ഓഫീസറായാലും റവന്യൂ വകുപ്പാണെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കാർ കടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇതിൻ്റെ വേക്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ഞങ്ങൾ അതിൻ്റെ പ്രവൃത്തിയിലേക്കുള്ള ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെ
ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റുള്ളതിലേക്ക് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾക്ക്. ഇവിടെ വീട്ടിൽ ഞങ്ങൾ രാത്രി 8 മണിക്കോ 9 മണിക്കോ വരുന്ന സമയത്ത് ഭക്ഷണം കിട്ടിയോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വന്നിട്ട് ഒരു റൂട്ടിന് കൊടുത്തു പോയി എന്ന് പറയുന്നത്. ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ലൈവായിട്ട് ഞാൻ TV-യിൽ ചാനലിന് വേണ്ടി നിൽക്കല്ല. ഞാൻ 2019 18 പുത്തുമലത്തെ പ്രളയത്തിൽ ഞാൻ എത്രയോ കഷ്ടപ്പെട്ട ആളാണ്. അത് എന്തിനു വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രളയത്തിൽ ഇതേമാർക്ക് അതുപോലെ നമ്മൾ ആകാശത്തിന് പോയിട്ടോ ക്യാമ്പിൽ പോയിട്ടോ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടോ അല്ല, ഞങ്ങളെ നാട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്താ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുക അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. എനിക്ക് റിക്വസ്റ്റായിട്ട് നിങ്ങളുടെ അതേ പറയാനുള്ളൂ. കാരണം ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് നിലനിൽക്കണം, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളെ കുട്ടികൾ പഠിക്കേണ്ടത്, അതാണ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. അതായത് അധികൃതർക്ക് ആ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ TV ചാനലിൽ വന്നിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടോ നമുക്ക് സ്ഥലം വേണോ അത് വേണമെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് നിലനിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യാം. പുനരധിവാസം തന്നെയാണ് ഇവിടെയൊക്കെ. ഈ കട കണ്ടാൽ തന്നെ നമുക്കറിയാം നിരവധി പേരൊക്കെ എത്തുന്ന, വൈകുന്നേരങ്ങളിലൊക്കെ എത്തുന്ന. ഞങ്ങൾ ഇതിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടമാന സുഹൃത്തുക്കളും കുടുംബങ്ങളും ബന്ധങ്ങളും ബോഡികളും കിട്ടാതെ ഒക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ സാറ് കണ്ടാലും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല. എന്നിട്ടും ഞങ്ങൾ പറയുന്നത് സന്നദ്ധ സംഘടനകൾ വരുന്ന സമയത്ത് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനും അത് അവർക്ക് ഒരു ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ സംഘടനകൾക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വണ്ടി കൃത്യമായിട്ട് തടയുന്നുണ്ട്. കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ തടയുന്നുണ്ട്. റവന്യൂ വകുപ്പിലാണ് ഭക്ഷണം കൊടുത്തിട്ട് സപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. റവന്യൂ വകുപ്പിന് ഇത്ര ആയിരക്കണക്കിന് ആൾക്കാർക്ക് റവന്യൂ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാർക്ക് എവിടുന്ന് ഇവർക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയും? നമ്മൾ ചോദ്യം. സംഘടനകൾ വരുന്നുണ്ട്, ന്യായമായ രീതിയിൽ നല്ല ഭക്ഷണം കൊണ്ടുവരുന്നവരെ വിടുക. അത് വന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞത് ഇത്രയും ഉദ്യോഗസ്ഥന്മാരും അവരും ഒരുക്കുണ്ട് ഭക്ഷണം കിട്ടാതെ. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്നത് മാതിരിക്ക് ഇവിടുന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കോ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കോ അറിയോ? അപ്പോൾ അതിൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന കാറ്റഗറിയാണ്, പുറത്താണെങ്കിൽ ഇവിടുന്ന് അറിയുന്ന ഒരാളെ 1-2 ആൾക്കാരെ കൂട്ടി ആ സ്പോട്ടിൽ കൊണ്ടുപോയി ഇന്നെ സംഭവിച്ചിട്ടുണ്ട്, ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാനും അറിയാനും ഇല്ല. ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതാണ്, അത് ഞങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അത് കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വേറെ നമുക്ക് ഇതിൻ്റെ വേറൊരു കാര്യം നമുക്കില്ല. നിങ്ങൾ കുറേ കൊണ്ടുവന്നിട്ട് കിറ്റോ അത് തന്നു പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഞങ്ങൾ വേണം. ഞങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ നടക്കാമല്ലോ, കിറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ സംഘടന കീഴിൽ നടക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പോയിട്ടില്ല. അവരോട് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഞങ്ങൾ അവരോട് പറയുന്നുള്ളൂ. അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങളുടെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ ഞങ്ങളോട് പ്രതികരിക്കാനോ ഞങ്ങളെ തടുക്കാനോ. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം ഞങ്ങൾ നല്ല രീതിയിലാണ്, ഇവിടുത്തെ നാട്ടുകാർ നല്ല രീതിയിൽ നിങ്ങളോട് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ആൾക്കാർ വല്ല തെറ്റായ പ്രവൃത്തികൾ ചെയ്തിട്ട് അത് നാടിന് മൊത്തം അത് ദോഷമായി മാറേണ്ട രീതിയിൽ ആകരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഒന്നാകെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അറിയാം നശിച്ചു പോയിരിക്കുന്നു. കാരണം ഈ ഒരു പ്രളയം കവർന്നെടുത്തത് ഇത്തരത്തിൽ കുറേയധികം ജീവനുകളും അതോടൊപ്പം തന്നെ കുറേ പേരുടെ ജീവിതവുമാണ്. അത്തരത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന് മുന്നിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള ആ ഒരു പ്രതികരണം നമുക്ക് മനസ്സിലാവും. കാരണം ഇത്രയധികം കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ അവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കൃത്യമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് ഭക്ഷണമായാലും അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഈ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ ഇങ്ങോട്ടേക്ക് അനുവദിക്കണമെന്നുള്ള കാര്യവുമൊക്കെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിലും സജീവമാണ് എന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു അവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഈ സ്ഥാപനം ഈ ചൂരൽമലയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള കടകൾ, അതുപോലെ തന്നെ മറ്റ് ഈ തുണിക്കടകളായാലും അതൊക്കെ തന്നെ കാണുമ്പോൾ കരളിലിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. എന്തായാലും ഇവർക്കൊക്കെ തന്നെ വേണ്ടത് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ട സഹായവും അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള സഹായവും അവരുടെ പുനരധിവാസവുമാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതമാണ്